മൂവാറ്റുപുഴയിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഓഗസ്റ്റ് 12-നാണ് മൂവാറ്റുപുഴ സ്വദേശിയായ അമൽ ആന്റണിയെ ബാറ്ററി മോഷ്ടിച്ചു എന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചത്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലാൽ, ഇത് ഗുരുതര സ്വഭാവത്തിലുള്ള പരാതിയായിരുന്നു. ഒരു നിരപരാധിയായ ഒരാളെ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുക, പിന്നീട് അയാൾ ചികിത്സ തേടുന്ന ഘട്ടത്തിൽ പോലും തിരിഞ്ഞു നോക്കാതിരിക്കുക, പിന്നീട് പരാതിയുമായി അയാൾ എത്തുമ്പോൾ ആ പരാതിയെ അവഗണിക്കുക. അങ്ങനെ മൂവാറ്റുപുഴ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പൊറുക്കാൻ കഴിയാത്ത വീഴ്ചയാണ്. ഇതിൽ വലിയ പ്രതിഷേധമുയർന്നു വരുന്നു. വിവരങ്ങൾ ലാൽകൃഷ്ണൻ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഈ സംഭവം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് മൂവാറ്റുപുഴയിൽ കളം തിരിഞ്ഞിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മൂവാറ്റുപുഴ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി വരുന്ന ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസിന് പ്രതിഷേധം നടത്തിയത്. നഗരമധ്യത്തിൽ നടത്തിയ പ്രതിഷേധം പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. പക്ഷേ പ്രവർത്തകർ പ്രകോപിതരാവുകയും പോലീസുമായി കയ്യാങ്കളിയിലും വാക്കേറ്റത്തിലും ഏർപ്പെടുകയായിരുന്നു. നിയന്ത്രണം വിട്ടുപോകുന്ന ഘട്ടത്തിലാണ് ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ തിരിച്ച് ഓടിക്കാൻ ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ അത് പരാജയപ്പെട്ടെങ്കിലും പിന്നീടും പ്രവർത്തകർ IP ഇൻസ്പെക്ടറെ അടക്കം കയ്യേറ്റം ചെയ്യാൻ എത്തിയതോടുകൂടി ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ അവിടുന്ന് തുരത്തി ഓടിക്കുകയാണ് ഉണ്ടായത്. എന്നാലും സമരം ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ 12-ാം തീയതിയാണ് മൂവാറ്റുപുഴ സ്വദേശിയായ അമൽ ആന്റണി ഈ പോലീസ് മർദ്ദിച്ചു എന്നൊരു പരാതിയുമായി രംഗത്തേക്ക് എത്തുന്നത്. 12-ാം തീയതി മർദ്ദിച്ചു എന്ന് പരാതി നൽകുന്നത് 19-ാം തീയതിയാണ്. SP-ക്കും അതോടൊപ്പം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി നൽകിയെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. ഈ വിഷയത്തിൽ നിലവിൽ റൂറൽ SP-യുടെ നിർദ്ദേശപ്രകാരം മൂവാറ്റുപുഴ DYSP എൻക്വയറി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. ശരി, ലാൽകൃഷ്ണൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.